എന്നെ ബ്ലോക്ക് ചെയ്ത് അപ്പുറത്ത് സൈഡിൽ കൂടെ വല്ലതും വീട്ടിൽ കയറിയാന്ന് അറിയണമല്ല. നിമ്മി മക്കളെ, എടി മോളെ, ദൈവമേ, ഇതെല്ലാം കൂടെ തലയെ കയറ്റി വെച്ചിട്ട് ഈ മനുഷ്യൻ ഈ മുതുകാലൻ ഇത് എവിടെ പോയതാണോ? ഞാൻ പറഞ്ഞതാ ഓട്ടോ എല്ലാം വിളിക്കാന്ന്. ഈശ്വരാ, ഇവിടെ ഇച്ചിരി വെള്ളം തരാൻ പോലും ആരും ഇല്ലയോ? ആണുങ്ങള് എന്റെ പൊന്നെ ചേച്ചി, എത്ര നാളായെന്നറിയോ കുറച്ച് മനുഷ്യന്മാരെ ഒരുമിച്ച് കണ്ടിട്ട്. എന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കായിരുന്നു ചേട്ടാ 5 മാസമായിട്ട്. ചേട്ടന്റെ പേരെന്തുവാ? ബിജു. ഇവിടാണോ? സ്ഥലം ഇവിടാണോ? അല്ല, എന്റെ ഇവിടെ അണ്ടിപ്പള്ളിയാവും. അവിടാണോ? എന്നിട്ട് ഇവിടെ എന്തുവാ വായി നോക്കാൻ വന്നിരിക്കുവാണോ? വരാറുണ്ടോ? എപ്പോഴും വരാറില്ല, എന്നാലും ചേട്ടൻ കാണണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്ന. ചേട്ടന്റെ കൈയൊക്കെ ഒന്ന് കാണണോ? ഒരു എണ്ണം തന്നാണല്ലോ, അടുത്ത വാവിനെ എഴുന്നേക്കത്തുള്ളൂ. പിന്നെ അവിടെ ഒന്ന് എടുത്തു തരുമോ? തലയിൽ ഇതിരിക്കുന്നോണ്ട് എടുത്തു നോക്കണോ? അയ്യോ അയ്യോ, എന്റെ പെണ്ണുപിള്ളയുടെ കൂടെ എന്താ മറ്റവന്റെ എന്റെ പെണ്ണുപിള്ളയുടെ കൂടെ മറ്റവന്റെ എനിക്ക് വയ്യ. സുരേന്ദ്രൻ ജോത്സ്യം പറഞ്ഞ സംഭവിക്കാൻ പോണ്. അളിയാ, ഒരു 30 സെക്കൻഡ് മുമ്പ് പറഞ്ഞിട്ടല്ലേ അളിയാ പോയത്? അതിനു മുമ്പേ തേച്ചുണ്ടാക്കി വെച്ച് തന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ അളിയാ 22:52 അല്ല, കുടം വെച്ച് കൈ കൊടുത്ത കൊട എടുത്തു കൊടുക്കാ ഒരാള്, വാങ്ങിക്കാൻ വേറൊരാള്. വാടിങ്ങോട്ട്, ഇങ്ങോട്ട് വാ അളിയാ. എന്റെ അടുത്ത് വേണ്ടായിരുന്നു ഈ ചതി കേട്ടാ. ഞാൻ മാന്യമായിട്ട് ഞാൻ പറഞ്ഞു, എന്റെ അവസ്ഥ പറഞ്ഞില്ല അളിയാ. ആ പുള്ളി ഭയങ്കര ശല്യം ചേട്ടാ, കുടം എടുത്ത് തരാന്നൊക്കെ പറഞ്ഞു. ശല്യോ? ഈ കുടത്തിന് എന്താ കുഴപ്പം? കനമായിരുന്നു, തലയിൽ ഇതിരിക്കുന്നുണ്ട്, എടുത്തു തരാൻ പറഞ്ഞു. ഭയങ്കര കനോ? ഇവിടെ നോക്കട്ടെ. എടാ, 50 ഗ്രാം കടുവിന് ഇതിനേക്കാളും കനമുണ്ട്. നമുക്ക് എടുക്കാൻ വയ്യ. ആണ്ട അടക്കണം നിന്റെ കുടം. നടുവിന് ഒരു ഗുരുവില്ലേ ഇപ്പോഴും? ഇപ്പൊ ഒരു കുഴപ്പമില്ല നടുവിന്. ചേട്ടാ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, ഞാൻ അടുത്ത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമായി. ഇതിപ്പോ എത്രാമത്തെ വീടാ മാറുന്നത്? ഇതിപ്പം എല്ലാം കൂടെ ചേർത്ത് 5ാമത്തെ വീട്. കണ്ടോ, എനിക്ക് ഇതെല്ലാം കൂടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് മടുത്ത്. എനിക്ക് വയ്യ. ഇടിച്ചക്കപ്പിലാമൂട് സുരേന്ദ്രൻ ഞാൻ പറയണേ കേട്. സുരേന്ദ്രൻ ജോത്സ്യം പറഞ്ഞത് നിനക്കറിയാല്ല? എന്ത് പറഞ്ഞു? വാസയോഗ്യമായ വീട്ടിലേ താമസിക്കാവൂ, ഇല്ലെങ്കിൽ മന്ദാകിനി വരുമെന്ന്. മന്ദാകിനിയോ? ആടെ അങ്ങനെ പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞേ? ഞാൻ മന്ദാകിനി പറഞ്ഞു. അയ്യോ, മാനഹാനി വരുമെന്ന്. മനസ്സിലായ? അല്ലാതെ നിങ്ങൾക്ക് എന്നെ ഡൗട്ട് ഉണ്ടായിട്ടല്ല. ചെറിയ രീതിയിലൊക്കെ അതല്ല, ജോത്സ്യം പറഞ്ഞ അച്ചിട്ടാണ്. അതാണ് നമ്മൾ ഓരോ ജോത്സ്യനെ പറഞ്ഞ എല്ലാം കേട്ടിട്ടായിരുന്നല്ലോ നമ്മൾ ആ വെളിയനാട് വീടെടുത്ത്. ആ വീടിന് എന്തായിരുന്നു പ്രശ്നം? വെളിയനാട് വീടിന് ഒരു ലുക്കും ഇല്ല. ഇടുക്ക് വീടായിരുന്നു. അളിയാ, ഹാളിലിരുന്ന് ജനല് തുറക്കാൻ പറ്റൂലേ? തുറക്കണതും മുകേഷിന്റെ ഫിഗറിട്ടുണ്ട് ഒരു സുരേഷ് വെളിയിൽ. പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ല, വൃത്തികെട്ട നോട്ടം. എന്തുവാ കേട്ടോ, നമ്മൾ പുതിയതായിട്ടൊരു വീട്ടിൽ കയറുമല്ലോ, ഇങ്ങനെ എന്തുവാ വഴക്കിട്ട് കേറാവോ? അതൊക്കെ കള. എന്തേടി അതൊക്കെ കളയാൻ പറഞ്ഞു? ഏത് കളയാൻ പറഞ്ഞു? പക്വതയില്ലാത്തതിനെ കെട്ടിയെടുത്ത് ഞാൻ അത് കളയാനാണാ പറഞ്ഞത്. നമ്മൾ സംസാരിച്ചോണ്ട് വന്ന ടോപ്പിക്ക് കളയാനാണ് പറഞ്ഞത്. ഇത് എന്റെ ഭാഗത്തുണ്ട്, ഞാൻ പറഞ്ഞ രീതി അതല്ല അവള് കേട്ടത്. അത് വിട് 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 വിട്. അതാണാ ഞാൻ പറഞ്ഞത്. വന്ന് ആരെങ്കിലും ഒന്ന് എടുത്തു കൊടുത്ത് നമ്പർ വാങ്ങിച്ചോണ്ട് പോടെ. മെയിൻ ഉദ്ദേശം അതാണ്. അതാണ് എന്ന് വെച്ചാ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിൽ ഐശ്വര്യത്തോടെ കയറാൻ പോവില്ലേ? എന്തിന് വഴക്കും വക്കാണോ ഒക്കെ മാന്യമായിട്ടല്ലേ നമ്മൾ ഇനി 1 വർഷം ജീവിക്കാനുള്ളതല്ലേ? പിന്നെ നിനക്ക് മനസ്സിന് സന്തോഷം വരുന്ന ഒരു കാര്യം പറയട്ടാ. നമ്മൾ ഇന്നു മുതൽ പുതിയൊരു യാത്ര പോവുകയാണ്. ഒറ്റയ്ക്കൊന്ന് പോയേച്ചാ മതി. വന്ന് കയറി 10 മിനിറ്റ് ആയോ? എന്റെ കാലൊക്കെ കണ്ടോ നീര് വെച്ചു. എനിക്ക് വയ്യനെ പോകാനായിട്ട്. ചോറൊക്കെ കൊണ്ടിട്ട് വേണമെങ്കിൽ വൈകുന്നേരം പോവാം. നീ എവിടെ കെട്ടിയെടുത്തോണ്ട് പോണ കാര്യം പറഞ്ഞു? പുതിയ യാത്രയ്ക്ക് കണ്ടു പോകുന്നു പറഞ്ഞു. എടി മരപ്പാത്തെ, നമ്മൾ ഇന്ന് ഈ വീട്ടിൽ താമസത്തിന് കയറിയല്ലേ? ജീവിതമാകുന്ന യാത്ര നമ്മൾ ഇന്നോട്ട് തുടങ്ങുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓ, ഈ ജീവിതമാകുന്ന യാത്ര ഇങ്ങനെ നൗകയിൽ ഇങ്ങനെ ഉല്ലസിച്ച് നമ്മൾ പോകുമ്പോ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കയറി ഇങ്ങ് വരും. 2 കൈ നീട്ടി സ്വീകരിച്ചോളണം. അതങ്ങ് പരിമല പള്ളി പോയി പറ. നിങ്ങളെ തള്ള ഇങ്ങോട്ട് ഞാൻ കേട്ടതില്ല. അവരെ കൊണ്ടുവരുന്ന കാര്യമല്ല. മിണ്ടരുത്. ആ തള്ളയുടെ ഗുണാധികാരം എന്നെ കൊണ്ട് പറയിപ്പിക്കാം. മിണ്ടരുത് കേട്ടോ. ഇടി, ഞാൻ ആ അതിഥിയുടെ കാര്യമാണോ പറഞ്ഞത്? നീ ഇങ്ങോട്ട് പ്രേമൗട്ടാവാതെ. ഞാൻ അതാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ജീവിതമാകുന്ന നവകയിലൂടെ ഉല്ലസിച്ചങ്ങനെ പോകുമ്പോ കൊച്ചുണ്ടാവൂലേ? അതാണ് ഞാൻ പറഞ്ഞത്. അവിടുന്ന് ഈ വയസ്സാം കാലത്ത് ആർക്കടി വയസ്സായത്? നിനക്കൊരു കാര്യം അറിയാ? വെളിയിൽ ഇന്ന് വരെ വിടാത്തൊരു രഹസ്യമാണ്. കേരളത്തിൽ 3 പേർക്കാണ് ഇന്ന് വരെ വയസ്സാവാത്തായിട്ടുള്ളത്. ഒന്ന് മമ്മൂട്ടി, പിന്നെ ഒന്ന് ഞാൻ, പിന്നെ കലാപം പ്രചോദനം.
3 പേർക്കും പൈസ ആവില്ല. ഈ സാധനങ്ങളൊക്കെ പരിക്കിട്ട് നമുക്ക് പെട്ടെന്ന് പാല് കാച്ചി ഐശ്വര്യത്തോടെ ജീവിതം തുടങ്ങാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാല് കാച്ചണ്ടേ? വേണ്ട. അതെന്ത്? എന്റെ പൊന്നി ചേച്ചിമാരെ, കഴിഞ്ഞ പ്രാവശ്യം ഒരു വീട് ഞങ്ങൾ എടുത്ത് കവറ് പൊട്ടിച്ച് ആ പാല് പാത്രത്തിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് അടുത്ത വീട് മാറാന്ന് പറഞ്ഞ മനുഷ്യനാ. ഇയാളെ വിശ്വസിക്കാവോ? അത് കാര്യം എന്താണെന്ന് അറിയാമോ? നല്ല ഇടുക്ക് 2 പേര് നമ്മളെ മറ്റേ സീരിയലുകളിൽ ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കണം. കറക്റ്റ് ശ്രീകൃഷ്ണനെ പോലെ ഇരിക്കണം. രണ്ട് നല്ല ഐശ്വര്യമുള്ള പിള്ളേര്. അവന്മാരെ നോട്ടം ശരിയല്ല. അതാണ് ഞാൻ അവർക്ക് മാറിയത്. അതുപോലത്തെ ഏരിയൊന്നും അല്ല ഇത്. പിന്നെന്തുവാ? എടി കിടുക്കാച്ചി ഏരിയാണ്. ഒരൊറ്റ പയ്യന്മാരെ ഇവിടെ കിട്ടൂല. ദൈവമേ, ആളും അനക്കും ഇല്ലാത്തടത്താണോ വന്ന് കിടക്കുന്നത്? പിന്നെ കണ്ണുറന്ന് അങ്ങോട്ട് നോക്ക്. ഇവിടെ മനുഷ്യനെ വെട്ടിക്കീറി 4 പീസായിട്ട് ഇട്ടാ പോലും ഒരു മനുഷ്യൻ വരില്ല. അത്ര സൈലന്റ് ഏരിയ. ഇതൊക്കെ തലക്കോളമാണോ? ആളും അനക്കും ഇല്ലാത്തടത്ത് വന്ന് കിടന്ന ഒന്നാമത് നിങ്ങൾക്ക് വയസ്സും പ്രായമൊക്കെ ആയി. ഇന്നോ നാളെയോന്ന് പറയട്ടെ ഏട്ടാ. നിങ്ങക്ക് ഇരുന്ന ഇരിപ്പില് വല്ല ചേട്ടാ പറയട്ടെ ഏട്ടാ, ഇരുന്ന ഇരിപ്പില് കയ്യോ കാലോ വല്ല ഉളുക്കി എടുത്തോണ്ട് ഓടാൻ എന്നെ കൊണ്ട് പറ്റുവോ? ആരെങ്കിലും ഒക്കെ വേണ്ടേ? പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താ? നാളെ ഞാൻ ഒരു JCB മേടിക്കും. നീ നാളെ തൊട്ട് JCBയുടെ ഡ്രൈവിംഗ് പഠിക്കാൻ റെഡി ആയിക്കോ. JCB മേടിക്കും. എന്തിന്? ഞാൻ സുഖമില്ല, തലയിറങ്ങി പൈസ ആയില്ലേ. തലയിറങ്ങി എല്ലാം വീണ് കഴിഞ്ഞാൽ JCBയുടെ കയ്യിൽ എന്നെ കോരി എടുക്കണം. ആശുപത്രി കൊണ്ട് തള്ളണം. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവിടുന്ന് കോരി എടുക്കണം. റൂമിനകത്ത് കൊണ്ട് തള്ളണം. ഒരൊറ്റ പയ്യന്മാരെ കൊണ്ട് എന്റെ ദേഹത്ത് തൊട്ടുപോല്.